ഈ വണ്ടി ഇറങ്ങിയിട്ട് ഇപ്പോൾ ഒരു 1 month ആവുന്നുള്ളൂ. കമ്പനി ലോഞ്ച് ചെയ്ത് 1 മാസമായിട്ടുള്ളൂ വണ്ടി ഇറങ്ങിയിട്ട് ഈ മോഡലിലേക്ക് വന്നത്. അതായത് 201 കിലോമീറ്റർ നമുക്ക് കിട്ടുന്ന മോഡൽ വന്നിട്ട്. ഓക്കെ, 201 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം ലോങ് പോകാനും നമ്മുടെ പരിപാടികൾക്ക്. അതെ, അതായത് നമുക്ക് സിംഗിൾ ബാറ്ററിയിലാണ് ഇത് കിട്ടുന്നത്. ഒറ്റൊരു ബാറ്ററി ആണെന്ന് വെച്ചാൽ സിംഗിൾ പ്യുവർ ലിഥിയം അയൺ ബാറ്ററിയാണ്. ഒരു സിംഗിൾ ബാറ്ററിയിൽ നമുക്ക് 201 കിലോമീറ്റർ ഇപ്പോൾ ഇന്ത്യയിൽ വേറെ വണ്ടിയിലില്ല, ഈ 2 വീലേഴ്സിൽ. 201 കിലോമീറ്റർ ഓടുന്ന ഒരു വെഹിക്കിൾ ഇല്ല. അതെ അതെ, ഈ മോഡലിൽ നമുക്ക് റിവേഴ്സ് ഗിയർ വരുന്നുണ്ട്. റിവേഴ്സ് ഗിയർ വരുന്നുണ്ട്. അതെ അതെ, റിവേഴ്സ് ഗിയർ വരുന്നുണ്ട്. ലേഡീസിനൊക്കെ വളരെ യൂസ്ഫുൾ ആണ്. പിന്നെ ഇതിൽ നമുക്ക് ഹിൽ അസിസ്റ്റ് പറഞ്ഞൊരു മോഡ് വരുന്നുണ്ട്. നമുക്കിപ്പോൾ കയറ്റത്തിന്റെ മുകളിലൊക്കെ വണ്ടി നിർത്തി കഴിഞ്ഞാൽ നമുക്ക് അതിൽ ആ ഒരു അസിസ്റ്റ് ആയിട്ട് സ്റ്റേബിൾ ആയിട്ട് വണ്ടി നിന്നോളൂ. അതൊരു ഹോൾഡിംഗ് സിസ്റ്റം പോലെ വണ്ടി നിന്നോളൂ. നമുക്ക് ആക്സിഡന്റ് കൊടുത്താൽ മുന്നോട്ട് പോകാം, അല്ലാതെ വണ്ടി ഇറങ്ങൂല. ഓട്ടോ പുഷ് എന്നുള്ളൊരു മോഡ് വരുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് വണ്ടി ഇപ്പോൾ പാർക്കിംഗ് മോഡിൽ ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വണ്ടി തള്ളുകയാണെങ്കിൽ, നീക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ വണ്ടി ഒരു 3 കിലോമീറ്റർ 5 കിലോമീറ്ററിന്റെ ഇതിലായിട്ട് വണ്ടി ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്സിലേഷൻ ഇല്ലാതെ മുന്നോട്ട് വണ്ടി നീങ്ങിക്കോളും. കയറ്റത്തിൽ ഇപ്പോൾ 2 ആളെ വെച്ചിട്ട് പോവുകയാണെങ്കിൽ നമുക്കൊരു എന്തായാലും ഒരു 35-40 റേഞ്ചിൽ നമുക്കൊരു കയറ്റം, മിനിമം ഉള്ളൊരു കയറ്റം കയറി പോവാം. കയറ്റം കയറാതെ നിൽക്കില്ല, നമുക്കൊരു 35 റേഞ്ചിലായിട്ട് കയറ്റങ്ങൾ കയറും. ഇങ്ങനെ ഇതിപ്പോൾ ബാറ്ററിന്റെ 100% ചാർജ് ആണ് ബാറ്ററി കാണിക്കുന്നത്. നമ്മളിപ്പോൾ ഇതിൽ ഈ ഒരു ബാറ്ററി കൊടുത്തിരിക്കുന്നത്. ഈ ബാറ്ററിയുടെ ഒരു പെർസെന്റേജും കാര്യങ്ങളും കാണിക്കുന്നത് 60 വോൾട്ട്. ബാറ്ററി വീക്ക് ആണോ എന്നുള്ളത് ജസ്റ്റ് കറക്റ്റ് മനസ്സിലാക്കാനായിട്ട് പറ്റില്ലേ. ബാറ്ററി വരുന്നത് നമുക്ക് 5 years ഓർ അല്ലെങ്കിൽ കിലോമീറ്റർ പരിധി ആണെങ്കിൽ നമുക്ക് ഒരു 70,000 കിലോമീറ്റർ 5 വർഷത്തേക്ക്, 70,000 അല്ലെങ്കിൽ 5 വർഷം. ഈ മോഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ജസ്റ്റ് പ്രസ് ചെയ്യാം, സിംഗിൾ ടച്ച് സിംഗിൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഇപ്പോൾ റണ്ണിങ് കണ്ടീഷനാണ്. മീറ്ററിൽ കാണിക്കുന്നുണ്ട്, ബാക്കിലേക്ക് വീല് കറങ്ങുന്നുണ്ട്. നമുക്ക് ഇതൊക്കെ സ്പെയർ ആയിട്ട് ഇത് സെപ്പറേറ്റ് പോർഷൻ ആയിട്ട് തന്നെ മാറ്റാം. ഈ ഒരു സൈഡ് പോർഷൻ, ഓരോ പോർഷനും പാനൽ സെപ്പറേറ്റ് ആണ്. അതെ അതെ, മൊത്തത്തിൽ കവർ സിംഗിൾ പോർഷൻ. അതെ, ഈ ഒരു സൈഡ് മാത്രമാണ് ഇത് വരുന്നത്. LH സൈഡ്, ആർച്ച് സൈഡ്. അതെ അതെ, ആർച്ച് സൈഡ് നമുക്ക് അത് മാത്രമായിട്ട് മാറ്റാം. I know that I'm not easy. This cold heart of mine, she really took a beating before you. You stuck through blizzards, winter nights with you. Now I'm blooming just for you, for you. There's nothing I wouldn't do for you. There's nothing I wouldn't do for you. There's nothing I wouldn't do for you. There's nothing I wouldn't do. ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യാനായിട്ട് വന്നിട്ടുള്ളത് കോഴിക്കോടുള്ള പ്യുവർ ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ ഷോറൂമിലാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇലക്ട്രിക് വെഹിക്കിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 10 വർഷം മുന്നേ നമ്മളൊന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ അപ്പോഴൊന്നും നമുക്ക് സുലഭമായിട്ട് ഇലക്ട്രിക് വെഹിക്കിൾസ് ഒന്നും നമ്മുടെ കയ്യിലേക്ക് എത്തിയിട്ടില്ലായിരുന്നു. അപ്പോഴും ഇലക്ട്രിക് വെഹിക്കിൾസ് ഉണ്ട്, പക്ഷേ ഇത്ര പവറോട് കൂടിയിട്ടുള്ള കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആയിട്ടുള്ള വെഹിക്കിൾസ് ഒന്നും നമ്മുടെ മാർക്കറ്റിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ 10 വർഷം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ 2023 ആയ സമയത്ത് ഏകദേശം നമ്മളൊക്കെ ആ ഒരു ജീവിത സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് ഇലക്ട്രിക്കിലേക്ക് അപ്ഗ്രേഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പോൾ ഒരുപാട് ഇലക്ട്രിക് വെഹിക്കിൾസ്, ഒരുപാട് ഇലക്ട്രിക് മോഡൽസുകളൊക്കെ നമ്മുടെ നാട്ടിൽ ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയുള്ള 10 വർഷം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് 50% ആകുമ്പോൾ ഇലക്ട്രിക് വെഹിക്കിൾസ് ആയിരിക്കും എന്നൊക്കെയാണ് പഠനങ്ങൾ പറയുന്നത്. അതുപോലെ തന്നെ ഇലക്ട്രിക് കമ്പനികളും ഈ വാഹനം ഇറക്കുന്ന ആളുകളൊക്കെ അവകാശപ്പെടുന്ന ഒരു കാര്യം അതാണ്. അപ്പോൾ അത് എത്രത്തോളം പോസിബിൾ ആവും എന്നറിയില്ല, എന്നാലും നമുക്ക് വരുന്ന വർഷങ്ങളിലൊക്കെ അത് തീർച്ചയായിട്ടും കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യാനായിട്ട് വന്നിട്ടുള്ളത് കോഴിക്കോടുള്ള പ്യുവർ ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ ഷോറൂമിലാണ്. ഒരുപാട് മോഡൽസ് ഇന്ത്യയിൽ ഇപ്പോൾ പ്യുവർ ഇലക്ട്രിക് വെഹിക്കിൾസ് നിലവിൽ ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കോഴിക്കോട് ഷോറൂമിലുള്ള നിലവിലുള്ള സ്റ്റോക്കിൻ്റെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. ഇന്ന് 2 എപ്പിസോഡായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഫസ്റ്റിലെ എപ്പിസോഡ് നമ്മൾ ഒരു പെർട്ടിക്കുലർ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസും പിന്നെ ബാക്കിയുള്ള വണ്ടികളുടെ ഡീറ്റെയിൽസ് നെക്സ്റ്റ് എപ്പിസോഡായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നതോട് കൂടിയിട്ട് നിങ്ങളൊരു ഇലക്ട്രിക് വാഹനം തിരഞ്ഞെടുക്കാൻ പോകുന്ന ഒരാളാണെങ്കിൽ, വാങ്ങാൻ പോകുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭാവിയിൽ നിങ്ങളൊരു ഇലക്ട്രിക് വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ടിരുന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക. എൻ്റെ പുറകിൽ നിങ്ങൾക്ക് കാണാം ഇപ്പോൾ ഇവിടെയുള്ള സ്റ്റോക്കുള്ള വണ്ടികളൊക്കെ ഇവിടെ ഷോക്കേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ നമ്മുടെ കോഴിക്കോട് ഷോറൂമിൽ വന്നിട്ടുള്ള വണ്ടികളൊക്കെ ഇവിടെ അത്യാവശ്യം വണ്ടികളുണ്ട്. അപ്പോൾ 3 മോഡൽസാണ് ഇവിടെ ഇപ്പോൾ നിലവിൽ സ്റ്റോക്ക് വന്നിട്ടുള്ളത്. ഇനിയും മോഡൽസുകൾ വരാനുണ്ട്. അതിൽ ഒരു പ്രീമിയം സെഗ്മെൻറ്റ് തോന്നിക്കുന്ന ഒരു സൂപ്പർ ബൈക്ക് എന്നൊക്കെ മോഡൽ വരുന്ന ഒരു മോഡലും കൂടെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ 2 എപ്പിസോഡായിട്ടാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റിലെ എപ്പിസോഡിൽ ഒരു പെർട്ടിക്കുലർ വാഹനം നിങ്ങളെ കാണിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ ബാക്കി വരുന്ന
2-3 മോഡൽസ് നിങ്ങളെ കാണിക്കും. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് ഇന്ന് കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം ഗൈസ്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ പ്യുവർ ഇലക്ട്രിക് വെഹിക്കിൾസിലെ മാനേജേഴ്സ് ഇവിടെ നിൽക്കുന്നുണ്ട്. ഹായ് ബ്രോ, വെൽക്കം ടു ചാനൽ. പേര് പറഞ്ഞ് പരിചയപ്പെടുത്തി. എൻ്റെ പേര് പ്രണവ്, ഞാനിവിടെ സെയിൽസ് മാനേജറാണ്. ബബീഷ്. ഹായ്. ബ്രാഞ്ച് അഡീഷണൽ ബ്രാഞ്ച് വരുന്നുണ്ട് നമ്മുടെ ഇവിടെ തന്നെ വെള്ളിമാട്. ഓക്കെ, ബ്രാഞ്ചിലെ മാനേജേഴ്സ്. ഏകദേശം എത്ര മാസമായി നമ്മുടെ ഷോപ്പ് തുടങ്ങിയിട്ട്? ഷോറൂം 4 മാസമായി. നമുക്ക് കുറച്ചുകൂടെ കുറച്ച് ലോഡായിക്കോട്ടെ. 4 മാസമായി അല്ലേ? 4 മാസം. ഓക്കെ. നിങ്ങളുടെ 2 പേരുടെ ലൈഫിലും ഇപ്പോൾ ഇലക്ട്രിക് വന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 5 വർഷത്തിന് മുകളിൽ, അതിന് മുന്നേ ഇവിടെ ഇലക്ട്രിക്കുകളുണ്ട്, പക്ഷേ ഇത്ര ക്വാളിറ്റി ഉള്ള ബ്രാൻഡുകളോ അല്ലെങ്കിൽ ഇത്ര പെർഫോമൻസ് വരുന്ന വണ്ടികളൊന്നും നമ്മുടെ നാട്ടിൽ ഇറങ്ങിയിട്ടില്ല. നിങ്ങളുടെ 2 പേരുടെയും ജീവിതത്തിൽ എങ്ങനെയാണ് ഈ ഒരു ഇലക്ട്രിക്കുമായി ബന്ധപ്പെട്ട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ളത്? നമുക്കിപ്പോൾ പെട്രോളിനെ ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഡെയിലി ലൈഫിൽ നമ്മൾ അടിക്കുന്ന പെട്രോൾ ഇപ്പോൾ നമ്മളെന്ന് വെച്ചാൽ എത്ര കിലോമീറ്റർ ഓടുന്ന അതിനനുസരിച്ചിരിക്കും. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് വരുന്ന എക്സ്പെൻസ് പെട്രോളിൽ വരുന്നത്, അതിപ്പോൾ നമുക്ക് ഒരു ദിവസം ഒരു ഇലക്ട്രിക് വണ്ടി എടുത്തിട്ട് നമ്മളത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ചേഞ്ച് വേഗം മനസ്സിലാവും. അതായത് നമ്മളൊരു ഇലക്ട്രിക് വെഹിക്കിൾസ് യൂസ് ചെയ്യുകയാണെങ്കിലും പെട്രോൾ വെഹിക്കിൾസ് യൂസ് ചെയ്യുകയാണെങ്കിലും പെട്രോൾ അടിക്കുന്ന ക്യാഷ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ EMI കൂടെ നമുക്ക് അറിയാം. അതെ, അതാണ് വ്യത്യാസം അല്ലേ? വ്യത്യാസം അത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ ഗൈസ്? അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത് ഈ പ്ലൂട്ടോ 7G Max എന്ന് പറയുന്ന ഒരു പെർട്ടിക്കൽ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മളിന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്താണ് ഈ പ്ലൂട്ടോ 7G Max? കമ്പനി എന്താണ് ഉദ്ദേശിക്കുന്നത് ഇതുകൊണ്ട്, ഈ ഒരു വാഹനം കൊണ്ട്? ഈ വണ്ടിയുടെ ഏറ്റവും മെയിൻ, അതായത് ഏറ്റവും നല്ലൊരു കമ്പനി ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ 201 കിലോമീറ്റർ മൈലേജ്. അതായത് ഒരു എക്കോ ആയിട്ട് നിങ്ങൾ ഓടിക്കുന്നുണ്ടെങ്കിൽ, ഒരു 40 സ്പീഡിലൊക്കെ നിങ്ങൾ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 201 കിലോമീറ്റർ വരെ ഈ ഒരു വാഹനം ഓടിക്കുക എന്നുള്ളതാണ് ഒറ്റ ചാർജിൽ, ഒറ്റ സ്ട്രെച്ചിൽ നമുക്ക് ഓടിക്കാം. ഓക്കെ, ഒറ്റ സ്ട്രെച്ചിൽ 201 കിലോമീറ്റർ ഓടിക്കാം. അത്യാവശ്യം നമുക്ക് ഡിസ്റ്റൻസും കിട്ടി, നമ്മൾ എല്ലാ പരിപാടികളും നടക്കും, ലോങ് പോകാനും നമുക്ക് പറ്റുന്ന ഒരു വാഹനം. ഓക്കെ, ടോട്ടൽ ഡിസൈനിൻ്റെ കാര്യം പറയുകയാണെങ്കിലും ആ ഒരു വിൻറ്റേജ് വൈബ് നിലനിർത്തിക്കൊണ്ടാണ് വാഹനം നിലനിർത്തിയിട്ടുള്ളത്. ഫ്രണ്ടിലൊരു ഡൂമിൻ്റെ ഭാഗത്ത് DRLും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വൈറ്റ് അല്ലേ വരുന്നത്? അതെ, വൈറ്റ് ലൈറ്റ്. ഓക്കെ, വൈറ്റ് ലൈനാണ് വരുന്നത്. എത്ര കളർ വേരിയൻറ്റിൽ വണ്ടി വരുന്നുണ്ട്? 4 കളേഴ്സാണ് വരുന്നത്. അതിൽ വൈറ്റ്, ഗ്രേ, ബ്ലാക്ക്, റെഡ്. അതെ, 4 കളേഴ്സ് വരുന്നത്. ഓക്കെ, ഇതിൽ തന്നെ 2 വേരിയന്റ് വരുന്നുണ്ടോ അതോ സിംഗിൾ വേരിയന്റ് ആണോ? എല്ലാ ഈ ഒരു കളേഴ്സ് സിംഗിൾ വേരിയന്റ് ആയിട്ട് തന്നെ എല്ലാത്തിലും വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു പ്രോ കണ്ടല്ലോ. അതെ, അതും ഇതേപോലെ തന്നെ സ്റ്റിക്കർ മാത്രമേ നമുക്ക് അതിൽ മാറ്റം വരുന്നുള്ളൂ. കളേഴ്സ് ഒക്കെ കിലോമീറ്റേഴ്സ് അതിൽ വരുന്നത് 150 കിലോമീറ്റർ വരുന്നത്. 150 കിലോമീറ്റർ അല്ലേ? കിലോമീറ്റേഴ്സ് വേരിയന്റ് കുറവാണ്. ഓക്കെ, ഇത് മാക്സ് ആണ് നമുക്ക് പുതിയ അപ്ഡേഷൻ വന്നത്. ഇപ്പോൾ ഈ വണ്ടി ഇറങ്ങിയിട്ട് ഇപ്പോൾ ഒരു 1 മന്ത് ആവുന്നുള്ളൂ. കമ്പനി ലോഞ്ച് ചെയ്ത് 1 മാസം ആയിട്ടുള്ളൂ വണ്ടി ഇറങ്ങിയിട്ട് ഈ മോഡലിലേക്ക് വന്നത്. 201 കിലോമീറ്റർ നമുക്ക് കിട്ടുന്ന മോഡൽ വന്നിട്ട്. ഓക്കെ, 201 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം ലോങ് പോകാനും നമ്മളെ പരിപാടികൾക്ക്. അതെ, നമുക്ക് സിംഗിൾ ബാറ്ററിയിലാണ് ഇത് കിട്ടുന്നത്. ഒറ്റൊരു ബാറ്ററി ആണെന്ന് വെച്ചാൽ സിംഗിൾ പ്യുവർ ലിഥിയം അയൺ ബാറ്ററിയാണ്. ആ ഒരു സിംഗിൾ ബാറ്ററിയിൽ നമുക്ക് 201 കിലോമീറ്റർ ഇപ്പോൾ ഇന്ത്യയിൽ വേറെ വണ്ടിയിലില്ല, ഈ 2 വീലേഴ്സിൽ. 201 കിലോമീറ്റർ ഓടുന്ന ഒരു വെഹിക്കിൾ ഇല്ല. അതെ, എന്താ വെച്ചാൽ നമുക്ക് ആ ഒരു ഇതിൽ സെഗ്മെന്റിൽ ഇപ്പം വന്നിട്ടില്ല. ഏത് വണ്ടിയാണെങ്കിലും നമുക്ക് ഈ ഒരു ഹൈ റേഞ്ച് കിലോമീറ്റർ കവർ ചെയ്യാൻ പറ്റുന്നത് വന്നിട്ടില്ല. ഓക്കെ, പിന്നെ കസ്റ്റമർ കൊണ്ടുപോയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് എന്താ? കസ്റ്റമേഴ്സ് ഇപ്പോൾ നമ്മൾ 150 എന്നുള്ള മോഡൽസ് ഈ 201 നമ്മൾ 201 കൊണ്ടുപോയത്തോളം അവർ പറയുന്നത് മൈലേജ് അവർക്ക് അതേ ലെവലിൽ കിട്ടുന്നുണ്ട്. അതിൽ എന്തെങ്കിലും ഒരു വേരിയേഷൻ വരികയാണെങ്കിൽ ഇപ്പോൾ 201 ആണെങ്കിൽ അവർക്ക് ഒരു 190 വരെ കിട്ടുന്നുണ്ട്. ചില കസ്റ്റമേഴ്സ് അത് മൾട്ടിപ്പിൾ ആയിട്ട് അവർ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നതനുസരിച്ചിട്ടാണ്. നമുക്കിപ്പോൾ ഈ എക്കോ മോഡിൽ മാത്രം പോവുകയാണെങ്കിൽ ഈ പറയുന്ന കമ്പനി പറയുന്ന മൈലേജിൽ കൂടുതലായിട്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. എത്ര മോഡ്സ് വരുന്നുണ്ട്? 3 മോഡ്സാണ് വരുന്നത്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. അങ്ങനെ ഫസ്റ്റ് നമുക്കൊരു ഫസ്റ്റ് മോഡൽ ഒരു 35 റേഞ്ചിൽ കിലോമീറ്റർ സ്പീഡിൽ നമുക്ക് വണ്ടി റൺ ചെയ്യാൻ പറ്റും. അടുത്ത മോഡൽ സെക്കൻഡ് മോഡൽ ഒരു 45 റേഞ്ചിലേക്ക്. തേർഡിലേക്ക് ഇടുമ്പോൾ നമുക്ക് 60 കമ്പനി വരുന്ന മാക്സിമം സ്പീഡ് 60. അതായത് നമ്മൾ പെട്രോൾ വെഹിക്കിൾ ഉപയോഗിക്കുന്ന സമയത്ത് ഞാൻ വീഡിയോയിൽ പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ എത്രയാണോ ത്രോട്ടിൽ പിടിച്ചിരിക്കുന്നത് അതിനനുസരിച്ച് മൈലേജ് കിട്ടും എന്നുള്ളത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ബാറ്ററിയുടെ കാര്യം തന്നെ. നമ്മൾ ത്രോട്ടിൽ എത്രയാണോ കൊടുക്കുന്നത്, ആക്സിലേറ്റർ എത്രയാണോ നമ്മൾ ആക്സിലേറ്റർ ചെയ്യുന്നത്, അതിനനുസരിച്ച് മൈലേജ് കിട്ടും. ഒരു 40 പോവുകയാണെങ്കിൽ 201 വരെ കമ്പനി അവകാശപ്പെടുന്നത്. കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, 201 കിലോമീറ്റർ ആണ് കമ്പനി അവകാശപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു മോഡലിൽ വേറെ എന്താ വെച്ചാൽ ഒരു അപ്ഡേഷൻ വന്നത് എന്താ വെച്ചാൽ നമുക്ക് പഴയ മോഡലില്ല. ഈ മോഡലിൽ നമുക്ക് റിവേഴ്സ് ഗിയർ വരുന്നുണ്ട്. അതെ, റിവേഴ്സ് ഗിയർ വരുന്നുണ്ട്. ലേഡീസിനൊക്കെ വളരെ യൂസബിൾ ആണ്. പിന്നെ ഇതിൽ നമുക്ക് ഹിൽ അസിസ്റ്റ് പറഞ്ഞൊരു മോഡ് വരുന്നുണ്ട്. നമുക്കിപ്പോൾ കയറ്റത്തിന്റെ മുകളിലൊക്കെ വണ്ടി നിർത്തി കഴിഞ്ഞാൽ നമുക്ക് അതിൽ ആ ഒരു അസിസ്റ്റ് ആയിട്ട്
സ്റ്റേബിൾ ആയിട്ട് വണ്ടി വണ്ടി നിന്നോളൂ. അതൊരു ഹോൾഡിംഗ് സിസ്റ്റം പോലെ വണ്ടി നിന്നോളൂ. നമുക്ക് ആക്സിഡന്റ് കൊടുത്താൽ മുന്നോട്ട് പോകാം, അല്ലാതെ വണ്ടി ഇറങ്ങൂല. സാധാരണ സ്കൂട്ടേഴ്സിലൊക്കെ കയറ്റത്തിൽ നിന്ന് കഴിഞ്ഞാൽ കുറച്ച് ബാക്കിലേക്ക് പ്രീമിയം വെഹിക്കിൾസിലുള്ള ഇത് ഈ ഒരു സിസ്റ്റം വരുന്നുള്ളൂ. ഈ എല്ലാ സിസ്റ്റം ഒക്കെ വരുന്നത് അത് നമുക്കുണ്ട്. ഇതിൽ ഓട്ടോ പുഷ് എന്നുള്ള ഒരു മോഡ് വരുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് വണ്ടി ഇപ്പോൾ പാർക്കിംഗ് മോഡിൽ ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വണ്ടി തള്ളുകയാണെങ്കിൽ നീക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ വണ്ടി ഒരു 3 കിലോമീറ്റർ 5 കിലോമീറ്ററിന്റെ ഇതിലായിട്ട് വണ്ടി ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്സിലേഷൻ ഇല്ലാതെ മുന്നോട്ട് വണ്ടി നീങ്ങിക്കോളും. അത് മുന്നോട്ട് മാത്രമല്ല ബാക്കോട്ട് അതേപോലെ നമുക്ക് നീക്കാം. അത് നമുക്ക് ഇപ്പം വെച്ചാൽ ബ്ലോക്കിലൊക്കെ കൊടുക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ വളരെ യൂസ്ഫുൾ ആണ്. പഞ്ചറൊക്കെ ആയി കഴിഞ്ഞാലൊക്കെ നമുക്ക് ഇപ്പം വണ്ടി തള്ളി കൊണ്ടുപോകുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നമുക്ക് ആ ഒരു പുഷിൽ ഇട്ടിട്ട് നമുക്ക് വണ്ടീനെ മുകളിൽ കൈ വെച്ചിട്ട് നമുക്ക് പുഷ് ചെയ്യേണ്ടതിന് വണ്ടി നമ്മൾ കൂടുതൽ. ഓക്കെ, അതായത് വണ്ടി ഇറക്കുന്ന സമയത്ത് കമ്പനി ഏറ്റവും നോക്കുന്നത് കസ്റ്റമർ ഫ്രണ്ട്ലി. അതെ അതെ അതെ, കസ്റ്റമർക്ക് എല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു വാഹനമാണ് നിങ്ങളിപ്പോൾ ഈ ഒരു വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മളൊരു ഇലക്ട്രിക്കിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾക്കൊരു സംശയമാണ്, 3 ആൾ വെച്ച് പോയാൽ അല്ലെങ്കിൽ 2 ആൾ വെച്ച് പോയാൽ കയറ്റം വലിയ കയറ്റം വലിയ കയറ്റത്തിന്റെ നമുക്കിപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഈ ഒരു സ്പീഡ് ലിമിറ്റ് ഞാൻ പറഞ്ഞില്ല, ഒരു 60 വരുന്നത്. അതിപ്പോൾ നമുക്കൊരു കയറ്റത്തിൽ ഇപ്പോൾ 2 ആളെ വെച്ചിട്ട് പോവുകയാണെങ്കിൽ നമുക്കൊരു എന്തായാലും ഒരു 35-40 റേഞ്ചിൽ നമുക്കൊരു കയറ്റം മിനിമം ഉള്ള ഒരു കയറ്റം കയറി പോവാം. നമ്മൾ ഉദ്ദേശിച്ച ഒരു 60ൽ നമുക്ക് വണ്ടീൻ്റെ മാക്സിമം സ്പീഡിൽ കവർ ചെയ്തിട്ട് കയറ്റാൻ നമുക്ക് പറ്റില്ല. അത് നമ്മൾ ഈ വണ്ടി നല്ല നമ്മളിപ്പോൾ ഈ ഇലക്ട്രിക് വെഹിക്കിളിൽ മൊത്തത്തിൽ വരുന്നൊരു ഇതാണ്. നമുക്ക് ആ ഒരു സ്പീഡ് ലിമിറ്റ് എന്തായാലും കുറയും, പക്ഷെ നമുക്ക് ആ കയറ്റം കയറാതെ നിൽക്കില്ല. നമുക്കൊരു 35 റേഞ്ചിലായിട്ട് കയറ്റങ്ങൾ കയറും. സിംഗിളിലാണോ അതോ ഡബിളില്? സിംഗിളിലാണെങ്കിൽ നമുക്കൊരു 45-50 റേഞ്ചിലൊക്കെ ആയിട്ട് നമ്മൾ സാധാ യൂസ് ചെയ്യുന്ന പോലെ കയറ്റം കയറി പോകും. അത്യാവശ്യം വലിയ കയറ്റം. അതെ അതെ, അത്യാവശ്യം വലിയ കയറ്റം തന്നെ. വണ്ടിയുടെ വാറണ്ടി കാര്യങ്ങൾ, ബാറ്ററിക്ക് വരുന്ന വാറണ്ടി എത്ര കിലോമീറ്റേഴ്സ് നമുക്ക് വാറണ്ടി വരുന്നുണ്ട്, എത്ര ഇയേഴ്സ് വാറണ്ടി വരുന്നുണ്ട്? ബാറ്ററി വരുന്നത് നമുക്ക് 5 years ഓർ അല്ലെങ്കിൽ കിലോമീറ്റർ പരിധി ആണെങ്കിൽ നമുക്ക് ഒരു 70,000 കിലോമീറ്റർ 5 വർഷത്തേക്ക്. 70,000 അല്ലെങ്കിൽ 5 വർഷം. 5 വർഷം. ഓക്കെ, ഇപ്പോൾ നമ്മൾ 70,000 കിലോമീറ്റർ ഓടിയെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ 5 വർഷം കഴിഞ്ഞ് വിചാരിക്കാം. നമ്മളൊരു ബാറ്ററി എക്സ്ചേഞ്ച് ചെയ്യണം, വീക്ക് ആണ് എന്നുണ്ടെങ്കിൽ ബാറ്ററിയുടെ കോസ്റ്റും കാര്യങ്ങളൊക്കെ എങ്ങനെ വരും? 80,000 സിംഗിൾ ബാറ്ററി കോസ്റ്റ് 80,000 രൂപ. ഓക്കെ, അപ്പോൾ നമ്മളൊരു പെട്രോൾ വെഹിക്കിൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ കൂടുതൽ മെയിൻ്റനൻസ് നമ്മൾ അതിൽ ചിലവാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ബാറ്ററിയുടെ 5 വർഷം വാറണ്ടി, 70,000 കിലോമീറ്റർ ഏതാണ് ആദ്യം അത് 70,000 കിലോമീറ്റർ എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഓടാനായി, വണ്ടിയുടെ ഒരു മാക്സിമം ലെവലായി അല്ലേ? ഓക്കെ, അപ്പോൾ ബാറ്ററിയുടെ കാര്യങ്ങൾ അങ്ങനെയാണ് വരുന്നത്. 2 ആൾക്ക് സുഖസുന്ദരമായിട്ട് നല്ല രീതിയിൽ യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ, വണ്ടി ജസ്റ്റ് ഒന്ന് കീലെസ് ആണോ വണ്ടി വരുന്നത്? അല്ലല്ലോ, കീ ഉണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു കീ സംവിധാനം കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് മീറ്റർ ബോർഡ് കാണാം, ഡിജിറ്റലാണ് മീറ്റർ വരുന്നത് അല്ലേ? അതെ. അപ്പോൾ എങ്ങനെയാണ് പോർഷൻസ് ഇതിൽ? LED ആണോ? നമുക്ക് 12.7 mm LED ആണ് വരുന്നത്. LED ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു LED ഡിസ്പ്ലേ കാണുന്ന സമയത്ത് ആളുകൾക്ക് സംശയമായിരിക്കും മഴക്കാലത്ത് വെള്ളം എങ്ങനെയെങ്കിലും ഉള്ളിലേക്ക് കയറുമെന്ന്. ഇല്ല, അങ്ങനത്തെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും സോഫ്റ്റ്വെയർ ചെയ്യുന്ന പരിപാടികളൊന്നും അല്ലല്ലോ? ഇല്ല, അങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഒന്നും വരാൻ. അപ്പോൾ സോഫ്റ്റ്വെയർ ബഗ് കാര്യങ്ങളൊന്നും ടെൻഷൻ വേണ്ട, ടെൻഷൻ ഫ്രീ ആണ്. ഓക്കെ, എങ്ങനെ എന്തൊക്കെയാണ് മോഡ്സ് ആണ് വരുന്നത്, എന്തൊക്കെയാണ് മീറ്ററിൽ കാണിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പറയും. നമുക്ക് ഫസ്റ്റ് പി എന്നാണ് പാർക്കിംഗ് മോഡാണ്. പാർക്കിംഗ് മോഡ് ഇപ്പോൾ പാർക്കിംഗ് മോഡിലാണ് വണ്ടി ഓൺ ആയി കഴിഞ്ഞാൽ പാർക്കിംഗ് മോഡിലാണ്. ഇനിയിപ്പോൾ ഡ്രൈവ് മോഡിലേക്ക് സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ പി എന്നാണ് ഈ പാർക്കിംഗ് മോഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ജസ്റ്റ് പ്രസ് ചെയ്യാം, സിംഗിൾ ടച്ച് സിംഗിൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഇപ്പോൾ റണ്ണിങ് കണ്ടീഷൻ ആണ്. അത് ത്രോട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി നീങ്ങും. ഓക്കെ, ഡ്രൈവ് മോഡിലായി. അതെ, ഡ്രൈവ് മോഡ് തന്നെയാണ്. ആക്സിലേഷൻ കൊടുത്താൽ വണ്ടി നീങ്ങും, മൂവ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അടുത്തത് ഇവിടെ റെഡ്. ഇതിൽ നമുക്ക് 3 മോഡ്സ് അവൈലബിൾ ആണ്. അതിൽ ഫസ്റ്റ് മോഡ് എക്കോ മോഡ്, സെക്കൻഡ് പിന്നെ ഹൈ റേഞ്ച് മോഡ്. ഓക്കെ, അതിൽ നമുക്ക് അതിൽ ചേഞ്ച് ചെയ്യുന്നത് ഇതിൽ ഡിസ്പ്ലേയിൽ കാണിക്കുന്നു. ഈ ഒരു മോഡൽ ഫസ്റ്റിലെ മോഡൽ എക്കോ എന്ന് പറഞ്ഞല്ലോ, എക്കോയിൽ ഒരു 40 ആണോ മാക്സിമം? എക്കോയിൽ നമുക്ക് ഒരു 35. സെക്കൻഡ് മോഡ് വരുമ്പോൾ നമുക്ക് 49. അത് കഴിഞ്ഞതിന് ശേഷം 60, മാക്സിമം 60. ഓക്കെ, 60 വരെ നമുക്ക് പോകാം. ഓക്കെ, 3 മോഡ്സ് വരുന്നുണ്ട്, എക്കോ പിന്നെ മീഡിയം, ഹൈ. ഓക്കെ, ഇങ്ങനെയാണ് ഇതിൻ്റെ സ്വിച്ച് കാര്യങ്ങളൊക്കെ വരുന്നത്. പാർക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പാർക്ക് മോഡിലേക്ക് മാറും. ഓക്കെ, ഇത് നമുക്ക് റിവേഴ്സ് ഓപ്ഷൻ ആണ്. അതെ, നമ്മളത് ജസ്റ്റ് റിവേഴ്സ് പ്രസ് ചെയ്തിട്ട് നമ്മൾ ആക്സിലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി ലോങ് പ്രസ് ചെയ്യാം, ബാക്കിലേക്ക് ആക്സിലേഷൻ. ഓക്കെ, അപ്പോൾ റിവേഴ്സ് ആയിട്ട് മാറും. ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാം. വണ്ടി സെൻട്രൽ സ്റ്റാൻഡിലല്ലേ നിൽക്കുന്നത്? ഓക്കെ, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. മീറ്ററിൽ കാണിക്കുന്നുണ്ട്, ബാക്കിലേക്ക് വീല് കറങ്ങുന്നുണ്ട്. അപ്പോൾ
ഏതൊരു വ്യക്തിക്കും ഒരു ഇലക്ട്രോണിക്കുമായി ബന്ധപ്പെട്ട അറിവില്ലാത്ത ആളുകൾക്കും സിമ്പിളായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യുന്ന രീതിയിലാണ് വണ്ടി മോഡൽ ഇറക്കിയിട്ടുള്ളത്. അതെ അതെ അതെ. ഓക്കെ, അപ്പം യൂസർ ഫ്രണ്ട്ലി ആട്ടോ വണ്ടി. ഓക്കെ, ബാക്കിയുള്ള മോഡ്സ് ഇത് നമുക്ക് ലൈറ്റ് ബ്രൈറ്റ്. അതെ, അതിൽ നമുക്ക് ഫസ്റ്റ് മോഡൽ വരുമ്പോൾ നമുക്ക് DR ലൈറ്റ്, ഈ ഫസ്റ്റ് മോഡലായിട്ട് DR ലൈറ്റ് വരും. ഓക്കെ, ഇതിലേക്ക് നമുക്ക് ഹെഡ്ലൈറ്റ് ഓപ്പൺ ഹെഡ്ലൈറ്റ്. പിന്നെ അതിൽ നമുക്ക് ഇവിടെ വരുന്നത് ഡിമ്മും ബ്രൈറ്റും ഇവിടെയാണ് കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെയാണ് ഡിമ്മ് ബ്രൈറ്റ് വരുന്നത്. ഇവിടെ ഹോൺ നിങ്ങൾക്ക് കാണാം. ഇവിടെ ഹാൻഡ് ഗ്രിപ്പ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആക്സിലേറ്റർ, രണ്ട് സൈഡിലായിട്ടും ബ്രേക്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ടോട്ടൽ സ്കൂട്ടറിൽ നിന്ന് വരുന്ന സ്ട്രക്ചർ തന്നെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി. ഓക്കെ, LED ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. സോഫ്റ്റ്വെയർ ബാക്ക് കാര്യങ്ങളൊന്നും വിഷയമല്ല. നിങ്ങൾക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന, മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ മോഡൽ. ഓക്കെ, അപ്പോൾ ഒരു ടോട്ടൽ ഡിസൈനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഈ ഒരു ഫ്രണ്ടിലെ ഡൂമൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ. അട്രാക്റ്റീവ് ആണ്. നമ്മൾ ഫസ്റ്റ് ടൈം കാണുന്ന സമയത്ത് തന്നെ വണ്ടി എടുത്തു പോകുന്ന രീതിയിലാണ് വണ്ടി സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത്? നമുക്കിപ്പോൾ ഈ ഒരു സ്കൂട്ടർ ഇലക്ട്രിക് ആയിക്കോട്ടെ, പെട്രോൾ വെഹിക്കിൾ ആയിക്കോട്ടെ, സ്കൂട്ടർ നമ്മൾ ഉപയോഗിക്കുന്നത് സിറ്റി യൂസ് ആണെന്നുണ്ടെങ്കിൽ ഹൈവേയിൽ ബ്ലോക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഫസ്റ്റ് ഗിയർ ഇട്ട് സെക്കൻഡ് ഗിയർ ഇട്ടുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി. ഇപ്പോൾ ഈ കോഴിക്കോടൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സ്കൂട്ടറുകൾ ഉപയോഗിക്കുന്ന ആളുകൾ കൂടുതലുള്ള സ്ഥലമാണ് കോഴിക്കോട്. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് എന്തിനൊക്കെ പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റും? ഇപ്പോൾ സ്കൂട്ടർ എടുക്കുന്ന ആളുകൾ മാക്സിമം അതിൽ സാധനങ്ങൾ കെട്ടി കൊണ്ടുപോകാനാണ് നോക്കുക. നമുക്ക് എത്ര ലോഡ് വരെ നമുക്ക് ഇതിൽ താങ്ങാൻ പറ്റും? നമുക്ക് ഈ വണ്ടിയുടെ ലോഡിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 150 കിലോ ആണ്. 150 കിലോ ആണ്. അപ്പോൾ അതിൽ നമുക്കെന്ന് വെച്ചാൽ ഈ ഒരു വെഹിക്കിൾ ഇപ്പോൾ നമ്മൾ സാധാ ഒരു വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി മാത്രമല്ല, നമുക്കത് ഇപ്പോൾ ഓഫീസ് പർപ്പസിന്, അതായത് ഡെലിവറി, എന്ത് കാര്യത്തിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് അതിൽ സ്പേസും ഇവിടെ ഒരു ഫ്ലാറ്റിലാണ് വരുന്നത്. ഇതിൽ നമുക്ക് എന്താ വെച്ചാൽ ഫ്രെയിമിൽ വരുന്ന ഒരു കട്ടിങ് വരുന്നില്ല. അത് ഫ്ലാറ്റിലാകുമ്പോൾ കുറെ ഒരു ബോക്സോ കാര്യങ്ങളൊക്കെ വെക്കുന്നതിന് നമുക്കത് ഒരു യൂസബിൾ ആണ്. ഇത് ഈ ഒരു ടൈപ്പിൽ ഫ്ലാറ്റിലാകുമ്പോൾ പറ്റും. നമുക്കത് ഫ്രെയിം കട്ടിങ് അധികം വണ്ടികളിൽ നമുക്ക് കാണലുണ്ട്. ഇവിടെ ഒരു സെൻട്രൽ ഒരു ഫ്രെയിം കട്ടിങ് ഇല്ല. ഇങ്ങനെയുള്ള ഒരു ബോട്ടിലോ കാര്യങ്ങളോ എന്തോ ഒന്നും വെക്കാൻ നമുക്ക് പറ്റില്ല. പിന്നെ ഒരു 150 കിലോ നമ്മൾ ലോഡിംഗ് കപ്പാസിറ്റി വരുന്നുണ്ട്. ഈ 200 വരെ, അതെ അതെ 200 വരെ നമുക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് തുറന്നിട്ട് ബൂട്ട് സ്പേസും കൂടെ ഒന്ന് കാണാം. ലിമിറ്റഡ് ആണ് വരുന്നത് നമുക്ക് ബൂട്ട് സ്പേസ്. എന്താ വെച്ചാൽ നമ്മൾ ഈ ബാറ്ററി റിമൂവബിൾ വരുന്നതിന് കൊണ്ട് ബാറ്ററി ആയതുകൊണ്ട് ബൂട്ട് സ്പേസ് കുറച്ച് ലിമിറ്റഡ് ആയിട്ടാണ് വരുന്നുള്ളൂ. ഓക്കെ, ഹെൽമെറ്റ് വെക്കാനുള്ള സൗകര്യം. ഹെൽമെറ്റ് നമുക്കൊരു ഹെൽമെറ്റ് ലോക്കർ വരുന്നുണ്ട്. ഓക്കെ, അഡീഷണൽ ആയിട്ട് ഹെൽമെറ്റ് ലോക്കറും കൂടെ വരുന്നുണ്ട്. ഇപ്പോൾ ബൂട്ട് സ്പേസിൽ വെക്കാൻ കാര്യമായിട്ട് നമുക്ക് ചാർജർ കാര്യങ്ങൾ എന്തെങ്കിലും വെക്കാന്നല്ലാതെ നമുക്ക് ലിമിറ്റഡ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് കേട്ടോ ബൂട്ട് സ്പേസ്. അതെ അതെ, നമുക്ക് കുറെ സർവീസ് സെഗ്മെന്റിനൊക്കെ ഇത് യൂസ്ഫുൾ ആണ്. നമുക്ക് പിന്നെ ബാറ്ററി ഈ താഴെ വരുമ്പോൾ ബാറ്ററിയിലേക്ക് നമുക്ക് ഈ വെള്ളത്തിന്റെ ഒരു പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും വരില്ല. അധികം വണ്ടിന്റെ ബാറ്ററി നമുക്ക് പ്ലാറ്റ്ഫോമിലാണ് വരുന്നത്. അതൊക്കെ നമുക്ക് കുറച്ച് കാര്യങ്ങളാണ് കമ്പനി ഇതിലേക്ക് മാറ്റി. യൂസ് ചെയ്യുന്ന ആളുകൾക്ക് നമുക്കത് വണ്ടിന്റെ മെയിൻ ആയിട്ട് ബാറ്ററി ആണല്ലോ. ബാറ്ററി ആണ് മെയിൻ ഒരു സംഭവം. അത് നമ്മൾ താഴത്ത് വെച്ചിട്ട് കയ്യിലേക്ക് കുറെ കാര്യങ്ങൾ. നമ്മുടെ നാടൊക്കെ പറയുന്നത് പെട്ടെന്ന് വെള്ളം കയറും. അതെ അതെ, ഇതിപ്പോ ഇതിലേക്കൊക്കെ ഒരു ബാറ്ററി ഷോർട്ട് ആവാനൊക്കെ നമുക്ക് അത്രയും കുറവാണ് സംഭവിക്കുക. പിന്നെ 2 അലോയ് വീൽസ് ആണ് വരുന്നത്. അതിൽ ഫ്രണ്ടിൽ നമുക്ക് ഡിസ്ക് വരുന്നുണ്ട്. രണ്ട് ഫോർക്കായിട്ടാണ് വരുന്നത്. ഷോക്ക് അബ്സർ 2 ഡ്യുവലാണ് വരുന്നത്, ബാക്കും ഫ്രണ്ടും. അതൊക്കെ നമുക്ക് വെച്ചാൽ കുറച്ചും കൂടെ കംഫർട്ടാണ് വണ്ടി. സസ്പെൻഷനും കാര്യങ്ങളൊക്കെ അതെ അതെ, 2 ഡ്യുവലാണ് വരുന്നത്. ബാക്കിൽ വരുന്നത് ഫ്രണ്ടിൽ. ഫ്രണ്ടിൽ ഡിസ്കാണ്, ബാക്കിൽ ഡ്രമ്മാണ് വരുന്നത്. അലോയ് വീൽസ് ഡിസ്കാണ് വരുന്നത്. അലോയ് വീൽസ് ആണ് വരുന്നത്. അതിൽ ട്യൂബ്ലെസ് ടയേഴ്സ് ആണ് വരുന്നത്. നമുക്ക് പഞ്ചറിൻ്റെ ഇതിൽ നമുക്ക് വീല് ഊരാണ്ട് തന്നെ നമുക്ക് ചെയ്യാനായിട്ട്. അതെ അതെ, ട്യൂബ്ലെസ് ടയേഴ്സ് ആണ് വരുന്നത്. നമുക്ക് പിന്നെ ബാക്കിലെ വീലിൽ നമുക്ക് എന്തെങ്കിലും സർവീസ് സെഗ്മെന്റിന് മാത്രം നമുക്ക് വീല് ചേഞ്ച് ചെയ്യാനുള്ളത് ചെയ്യാം. ഈ വണ്ടിയെ ഒന്ന് അട്രാക്ട് ആക്കാൻ വേണ്ടിയിട്ടാട്ടോ അലോയ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. വണ്ടിയുടെ ഒരു ടോട്ടൽ ലുക്കാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഫ്രെയിമിൽ ബാക്കിയുള്ള ബോഡി ബാലൻസിനൊക്കെ മെറ്റൽ ആണോ അതോ ഫൈബർ ബോഡിയാണ് വരുന്നത്? ഫൈബർ ബോഡിയാണ് മൊത്തം ഫൈബർ ബോഡിയാണ് വരുന്നത്. ഫൈബർ ബോഡി വണ്ടി ആക്സിഡന്റ് ആവുന്ന സമയത്തൊക്കെ നമുക്ക് ബോഡി ലോ കോസ്റ്റ് ആണ്. കുറച്ചുകൂടെ കോസ്റ്റ് വരും. പിന്നെ നമുക്ക് ഇതൊക്കെ സ്പെയർ ആയിട്ട് ഇത് സെപ്പറേറ്റ് പോർഷൻ ആയിട്ട് തന്നെ മാറ്റാം. ഈ ഒരു സൈഡ് പോർഷൻ ഓരോ പോർഷനും പാനൽ സെപ്പറേറ്റ് ആണ്. അതെ അതെ, മൊത്തത്തിൽ കവർ സിംഗിൾ പോർഷൻ. അതെ, ഇത് ഈ ഒരു സൈഡ് മാത്രമാണ് ഇത് വരുന്നത്. LH സൈഡ്, ആർച്ച് സൈഡ്. അതെ അതെ, ആർച്ച് സൈഡ് നമുക്ക് അത് മാത്രമായിട്ട് മാറ്റാം. അധികം വണ്ടി നമുക്ക് ഒരു ബാക്കിൽ ഒരു സൈഡ് തട്ടി കഴിഞ്ഞാൽ മൊത്തം മാറ്റാം. അങ്ങനെ ആവുമ്പോൾ എന്താ പറയുക, ആളുകൾ യൂസ് ചെയ്യുന്ന സമയത്ത് തട്ടിലോ സംഭവിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് മാറ്റേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ നിങ്ങൾക്ക് മാറ്റുന്ന സമയത്ത് ഒരു സിംഗിൾ പോർഷൻ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് മാറ്റാനായിട്ട് പറ്റും. ഓക്കെ,
അപ്പോൾ അതിൻ്റെയൊക്കെ സ്പെയർ നമുക്ക് ഇവിടെ ഷോപ്പിൽ നമുക്ക് കമ്പനി എല്ലാ ഇത് നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, ബാക്ക് സൈഡ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. 2 ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്കിലെ ബ്രേക്ക് ലൈറ്റിൻ്റെ ആ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ ബാക്കിൽ നിങ്ങൾക്ക് കാണാം. ബാക്കിലൊരു സംഭവങ്ങളൊക്കെ അങ്ങനെ വരുന്നത്. നമുക്ക് ബാക്കിൽ ഇതിപ്പോൾ ഒരു ഹാൻഡിൽ വരുന്നുണ്ട്. ഓക്കെ, പിന്നെ അത് മെറ്റലാണ്. ഇവിടെയാണോ മറ്റേ നമുക്ക് ഇവിടെ ഹെഡ്ലൈറ്റിൻ്റെ നമ്മളെ ഹെൽമെറ്റിൻ്റെ ഇത് വെക്കാൻ നമുക്ക് ഇതിലാണ് ഫിറ്റ് ചെയ്യാം. അതെ, ഹെൽമെറ്റ് ലോക്കറായിട്ട് അതിനൊരു അഡീഷണൽ കീ ഒക്കെ വരും. ഓക്കെ, 2 പേർക്ക് സുഖസുന്ദരമായിട്ട് നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ഒരു ഫാമിലി യൂസ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ ഒരു വെഹിക്കിൾ എടുക്കാം. കാരണം 201 കിലോമീറ്റർ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു 15 കിലോമീറ്ററൊക്കെ ഡെയിലി പോകുന്ന ഒരാളാണെങ്കിൽ അത്യാവശ്യം ഒരു 2-3 ആഴ്ചയൊക്കെ തുടർച്ചയായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും അല്ലേ? ഓക്കെ, ഇനിയിപ്പോൾ ഫുൾ ബാറ്ററി യൂസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഫുൾ കംപ്ലീറ്റ് ചാർജ് ചെയ്യുന്നതാണോ നല്ലത്, അതോ ഒരു ഹാഫ് പോർഷൻ വെച്ചിട്ട് ചാർജ് ചെയ്യുന്നതാണോ നല്ലത്? നമുക്കത് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് എമർജൻസി ഒക്കെ ആണെങ്കിലൊക്കെ ടോപ്പ് അപ്പ് ചെയ്യാം, ചെയ്തിട്ട് യൂസ് ചെയ്യാം. മന്ത്ലി നമുക്കൊരു 3 വീക്കിൽ അല്ലെങ്കിൽ 2 വീക്ക് നമ്മൾ ബാറ്ററി ഫുൾ ഡിസ്ചാർജ് ചെയ്തിട്ട് ചെയ്യുന്നത് നമ്മൾ ബാറ്ററിൻ്റെ സെൽസിനൊക്കെ കൂടുതലായിട്ട് നമുക്ക് ഗുണം ചെയ്യും. എന്ന് വെച്ചാൽ അത് നമുക്ക് ലൈഫ് കിട്ടും. അത് നമുക്ക് ശരിക്കും നമ്മൾ ബാറ്ററി എത്ര ഇറങ്ങുന്നത്, നമ്മളിപ്പോൾ ബാറ്ററി എം ടി ആവുന്ന ആ ലെവലിൽ വെച്ചിട്ട് പിന്നെയും അത് ഒരു സൈക്ലിംഗ് ആണ് വരുന്നത്. നമുക്കൊരു സൈക്ലിംഗ് മീൻസ് എന്താ വെച്ചാൽ ഒരു 1500 സൈക്ലിംഗ് ആണ് കമ്പനി ഒരു ബാറ്ററിക്ക് പറയുന്നത്, ലൈഫ് പറയുന്നത്. ഒരു സൈക്ലിംഗ് മീൻസ് എന്താ വെച്ചാൽ ഫുൾ ചാർജ് ചെയ്തിട്ട് നമ്മൾ ആ ബാറ്ററി ഡിസ്ചാർജ് ആവുന്നതാണ് 1 സൈക്ലിംഗ്. അങ്ങനെ 1500 സൈക്ലിംഗ് ബാറ്ററി നമുക്ക് ലൈഫ് ആണ് കമ്പനി പറയുന്നത്. 1500 സൈക്ലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു ഇപ്പോൾ ഈ ഒരു വണ്ടിയെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ ഒരു 2 ലക്ഷം കിലോമീറ്ററിൻ്റെ മുകളിൽ വരും. നമുക്ക് കമ്പനി വണ്ടി റൺ ചെയ്യാൻ തരുന്ന ഒരു മാക്സിമം ബാറ്ററിയുടെ കപ്പാസിറ്റി വരും. അപ്പോൾ നമ്മൾ മാക്സിമം ആ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ കമ്പനി പറയുന്ന രീതിയിൽ നമുക്ക് ബാറ്ററി ലൈഫ് ലഭിക്കും. നമുക്ക് ഈ കീയിൽ പിന്നെ നമുക്ക് വേറെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. നമുക്ക് കീലെസ് ആയിട്ട് യൂസ് ചെയ്യാം. നമുക്കിപ്പോൾ കീ ഇപ്പോൾ നൈറ്റ്സിലൊക്കെ നമുക്ക് പെട്ടെന്ന് കീ ഇട്ടിട്ട് പെട്ടെന്ന് എമർജൻസി ആയിട്ട് പോകാനൊക്കെ ആണെങ്കിൽ നമ്മളിത് 2 ടൈം പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഓണായി നമുക്കിത് പോക്കറ്റ് ചെയ്യാം. ഇൻസേർട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇതിപ്പോൾ ഒരു കൺഫ്യൂഷൻ്റെ പുറത്ത് ചോദിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു കീ ഇട്ട് കഴിഞ്ഞാൽ ഡബിൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി കൊണ്ടുപോകുന്നത്. ഇതിപ്പോൾ നിങ്ങളുടെ ബൈക്ക് ഞാൻ പുറത്തുനിന്ന് എനിക്ക് കീ കിട്ടി കഴിഞ്ഞാൽ വണ്ടി കൊണ്ടുപോകാൻ കഴിയും? നമുക്ക് ഈ കീ കിട്ടിക്കഴിഞ്ഞാൽ അത് പറ്റും. എന്താ വെച്ചാൽ നമ്മൾ സാധാരണ മിസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കാറൊക്കെ എങ്ങനെയാണോ ഇപ്പോൾ വേറെ ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കൊണ്ടുപോകാം. അത് നമുക്കിതിൽ എന്താ വെച്ചാൽ ഈ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒരു എക്കണോമിയിൽ വരുന്ന ഒരു സിസ്റ്റമാണ് ഇതിൽ വരുന്നത്. നമുക്കിപ്പോൾ ഒരു ആൻറ്റി തെഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ലോക്കിംഗ് സിസ്റ്റമാണ് ഇത് വരുന്നത്. നമുക്ക് കീ വേറെ ആൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് സംഭവിക്കാം. അത് നമ്മൾ മാക്സിമം അത് കെയർ ചെയ്യണം. അതേപോലെ തന്നെ ഇപ്പോൾ ഈ കീ ഇല്ലാതെ ഇത് പ്രസ് ചെയ്യാതെ നമുക്ക് കീ ഇല്ലാതെ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ അല്ലേ? നമ്മളിപ്പോൾ ഇതിൽ യൂസ് ചെയ്തിട്ട് കീ ഇതിലിപ്പോൾ നമ്മൾ യൂസ് ചെയ്താൽ നമ്മൾ ഇതിൽ തന്നെ യൂസ് ചെയ്യണം. കീ ഓഫ് ചെയ്യണമെങ്കിൽ ഇതിൽ തന്നെ ഓഫ് ചെയ്യണം. നമ്മളിപ്പോൾ ഇതിൽ ഓണാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിതിലിപ്പോൾ വേറെ ഒരു ചാവി ഇതിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് വണ്ടി മൂവ് ചെയ്യില്ല. ഈ ഒരു ഇതിപ്പോൾ ഓൺലൈനായല്ലോ, നമുക്ക് പിന്നെ ഇതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. വണ്ടി എറർ കോഡ് കാണിക്കുക. നമുക്ക് ഇതിൽ തന്നെ അതിപ്പോൾ കീലെസ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഒരു ആൻറ്റി തെഫ്റ്റ് ആയിട്ട് നമുക്ക് അത് വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് കീ നമ്മുടെ കയ്യിൽ എപ്പോഴും വേണം. കീ നമുക്ക് പോക്കറ്റ് ചെയ്തിട്ട് വെക്കണം. അത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൻറ്റി ലോക്കിൽ ഇട്ടുണ്ടെങ്കിൽ ആൻറ്റി തെഫ്റ്റ് ലോക്കാണിത്. ഇതിട്ട് നമുക്കിപ്പോൾ വണ്ടി ആരെങ്കിലും മൂവ് ചെയ്യിക്കാനോ വണ്ടി വന്ന് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം അതായത് നമുക്കിതിലെ ആന്റി തെഫ്റ്റ് ലോക്കും കൂടെ ഉണ്ട്. ഓക്കെ, ഇത് ആന്റി തെഫ്റ്റ് ലോക്ക് നിങ്ങൾ പ്രസ് ചെയ്തിട്ട് വണ്ടി കിട്ടിയിട്ട് കാര്യമില്ല, കൊണ്ടുപോകാൻ കഴിയില്ല, ലോൺ ചെയ്യണം. ഓക്കെ, അപ്പോൾ ബുദ്ധിമുട്ടൊന്നുമില്ല, കൺഫ്യൂഷൻ മാറി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുത്തെ സ്പേസും കൂടെ ജസ്റ്റ് കാണാം. അവിടെ നമുക്ക് എത്രത്തോളം സ്പേസ് വരുന്നുണ്ട്? നമുക്ക് ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സ്പേസ് അത്യാവശ്യം സ്പേസ് പോക്കറ്റ് പോലെ മൊബൈലും വെക്കാം. ഓക്കെ, എങ്ങനെയാണ് സ്പേസ് കാര്യങ്ങൾ? ഇതോ അത് നമുക്ക് അതിൻ്റെ ഒരു ചെറിയ വരുന്ന ഒരു പോർഷനാണ്. ഓക്കെ, ഇതിൻ്റെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെ വരുന്നത്? രജിസ്ട്രേഷൻ വരുന്നത് നമുക്ക് നോർമലി ഇപ്പോൾ EV വെഹിക്കിൾസിൽ വരുന്ന ഇതിലാണെങ്കിൽ രജിസ്ട്രേഷൻ തന്നെ. അതെ. 15 വർഷമാണ് രജിസ്ട്രേഷൻ. അതെ, 15 വർഷത്തേക്കാണ് ഒരു ടാക്സ്. പിന്നെ 5 വർഷം നമുക്ക് ഇൻഷുറൻസ് കവേർഡ് വരുന്നുണ്ട് ഈ പറഞ്ഞ പ്രൈസിൽ വരികയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഒരുപാട് ആളുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഇതിന്റെ പ്രൈസ് ആയിരിക്കും. പ്രൈസ് എങ്ങനെ? ഇത് വന്നിട്ട് 144,700. ന്യൂ ഇയർ ആയിട്ട് എന്തെങ്കിലും ഓഫർ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടോ?
നമുക്കിപ്പോൾ നിലവിൽ എക്സ്ചേഞ്ച് ഓഫർ അവൈലബിൾ ആണ്. എക്സ്ചേഞ്ച് അതായത് വേറെ ഏതെങ്കിലും നമുക്കിപ്പോൾ ഏത് പെട്രോൾ വണ്ടി ആയിട്ട് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ ഒരു പെട്രോൾ വെഹിക്കിൾ ഉണ്ട്, നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ചെയ്യണം, ഒരു ഇലക്ട്രിക് വെഹിക്കിലേക്ക് എക്സ്ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ നമ്മളിപ്പോൾ കൊടുക്കുന്നുണ്ട്. ന്യൂർ ആയിട്ട് കൊടുക്കുന്നതാണോ അത് കഴിഞ്ഞിട്ട് കൊടുക്കാം? നമ്മളിപ്പോൾ ന്യൂർ ആയിട്ട് നമുക്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ പെട്രോൾ വെഹിക്കിൾ ഉണ്ട്, എക്സ്ചേഞ്ച് ചെയ്തിട്ട് ഒരു ഇലക്ട്രിക് വെഹിക്കിലേക്ക് മാറാം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറാൻ പറ്റിയ ഒരു അവസരമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. മാക്സ് എന്നുള്ള മോഡൽ ഇറങ്ങിയ അതിന്റെ ഒരു ഇതായിട്ടുള്ള ഒരു ഓഫറാണ്. നമുക്കിപ്പോൾ ന്യൂ ഇയറിന്റെ ടൈമിൽ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു 8,000 എക്സ്ചേഞ്ച് ബോണസ് ആയിട്ട് ഈ മോഡലിന് അവൈലബിൾ ആണ്. ഓക്കെ, 1,44,703. ഇപ്പോൾ EMI എടുക്കുന്നത് ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ റെഡി ക്യാഷിന് EMI ആകുമ്പോൾ എത്ര വരാം? 8.8 ആണ് നമുക്ക് ഇപ്പോൾ 8.8 9.9 ആയിട്ട് നമുക്ക് നാഷണലൈസ്ഡ് ബാങ്ക്സ് എല്ലാവരും ഇപ്പോൾ നമുക്ക് സപ്പോർട്ട് ചെയ്യുവാണ്. എത്ര നമുക്ക് ഡൗൺ എടുക്കേണ്ടി വരും? ഡൗൺ പേയ്മെന്റ് ഇപ്പോൾ ഒരു 20,000 മിനിമം അടച്ചാൽ 20,000 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷോറൂമിൽ നിന്ന് വണ്ടി ഇറക്കാം. അതെ. ഓക്കെ, എത്ര ഒരു 20,000 രൂപക്ക് ഞാനിപ്പോൾ ഒരു വണ്ടി എടുത്തു, ആ വണ്ടി എടുക്കുന്ന സമയത്ത് എത്ര ഒരു മാസം എത്ര ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ വരും, അതുപോലെ തന്നെ എത്ര നമുക്ക് അടക്കേണ്ടി വരും? മാസം അടവ് ഒരു 4,500 രൂപ അടുത്ത് എത്ര വർഷം? നമുക്ക് 3 വർഷം വരെയാണ്. 3 വർഷം വരെ. ഓക്കെ, അപ്പോൾ EMI എടുക്കുന്നവർക്ക് 20,000 ഡൗൺ പേയ്മെന്റ് നമുക്ക് ചെയ്യാനായിട്ട്. ഓക്കെ, ഓഫേഴ്സ് വരുന്ന സമയത്ത് ഡൗൺ പേയ്മെന്റ് കുറയാറുണ്ടോ? അതെ, നമുക്ക് ഡൗൺ പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ സിബിൽ ബേസ് ചെയ്തിട്ടാണ്. നമുക്ക് ചില കസ്റ്റമേഴ്സിന്റെ ഇതും ട്രാക്ക് കൂടെ നോക്കിയിട്ടാണ്. അപ്പോൾ നമുക്ക് നിങ്ങളുടെ സിവിൽ സ്കോർ ഗുഡ് ആണെന്നുണ്ടെങ്കിൽ മാക്സിമം നമുക്ക് ലോൺ അപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. മാക്സിമം തന്നെ നമുക്ക് കിട്ടും. ഡിപ്പെൻഡ് ഓൺ കസ്റ്റമേഴ്സ് അല്ലേ? അതെ. ഓക്കെ, ഒരു ഫാമിലി പർപ്പസിന് നോക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ റേഞ്ചും കിട്ടുന്നൊരു വാഹനം നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തിക്കുന്നത്. ഓക്കെ, ഇനി എന്തെങ്കിലും ഈ ഒരു വാഹനത്തെക്കുറിച്ച് കൂടുതലായിട്ട് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടോ? ഇപ്പം നമുക്ക് ഡെയിലി ലൈഫിൽ കൂടുതൽ കിലോമീറ്റേഴ്സ് നമ്മൾ കൂടുതൽ ഓടുന്ന ആളുകൾക്ക് ഇത് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് അത് വളരെ കൂടുതലായിരിക്കും. അതായത് നമ്മൾ ഈ പെട്രോളിൻ്റെ നമ്മൾ നിലവിൽ അതിൽ നിന്നാണല്ലോ നമ്മളിപ്പോൾ മാറി ഇതിലേക്ക് വരുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെയിലി ലൈഫിൽ പെട്രോൾ വാഹനം ഉപയോഗിക്കുന്ന സമയത്ത് അടിക്കുന്ന ആ ഒരു പെട്രോൾ കോസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് EMI ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ EMI കൂടെ ഇതിൽ അടയ്ക്കാം. അത് പെട്രോൾ കോസ്റ്റ് കൊണ്ട് EMI കൂടെ. അതെ. ഓക്കെ, പെട്രോൾ ലെവൽ പിന്നെ പെട്രോൾ മാത്രമല്ല നമുക്ക് അതിൽ സർവീസിൽ വരുമ്പോൾ ഒക്കെ വരികയാണെങ്കിൽ ഓയിൽ ചേഞ്ചിങ് കാര്യങ്ങൾ അവർ അതൊക്കെ ഒരു ഫസ്റ്റ് സർവീസിന് ഒരു പെട്രോൾ വണ്ടി എങ്ങനെയായാലും നമുക്ക് അവരെ ഒരു കോസ്റ്റ് വരും എന്തായാലും ഒരു 1,500 വരും. നമ്മളെ വണ്ടിക്കൊക്കെ ഇപ്പോൾ ഒരു സർവീസ് പറഞ്ഞിട്ട് അതിന് നമുക്കിപ്പോൾ സർവീസ് കോസ്റ്റ് വരുന്നില്ല. നമുക്കിപ്പോൾ പെയ്ഡ് 12,000 കിലോമീറ്റർ നമുക്ക് ഫ്രീ സർവീസാണ് വരുന്നത്. 12,000 ശേഷം വരുന്ന ഒരു 300-ന്റെ ഉള്ളിൽ വരുന്നുള്ളൂ നമുക്കൊരു സർവീസ്. ഇതിന്റെ ചാർജിങ് സ്ലോട്ടും കൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം. നമുക്ക് ഇതിൽ നമുക്ക് ചാർജിങ് സ്ലോട്ട് വരുന്നുണ്ട്. ഇവിടെയാണ് ചാർജിങ് സ്ലോട്ട് വരുന്നത് അല്ലേ? ഓക്കെ, ഇപ്പോൾ ഈ ചാർജിങ് സ്ലോട്ട് കാണുമ്പോൾ എനിക്ക് ഉണ്ടായൊരു സംശയമാണ്, എനിക്ക് തോന്നിയിട്ടുള്ള സംശയമാണ്. ഇപ്പോൾ നമുക്കിപ്പോൾ വീട്ടിൽ വെച്ച് ചാർജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് കണക്ട് ചെയ്യുക? നമുക്ക് ഒരു പവർ പ്ലഗ് ഉള്ള ഇതിൽ ലൈനിൽ കണക്ട് ചെയ്യാം. നമ്മൾ അവരെ ഇതിൽ വരുന്നത് ഇതേപോലെ ആംബിയർ വേണമെന്നോ അങ്ങനത്തെ എന്തെങ്കിലും? അതെ, 60 ആംബിയറിന്റെ ഒരു പവർ പ്ലഗ്. ഓക്കെ, അതാണ് ഇതിന്റെ ഒരു ആംബിയറിന്റെ ഒരു പവർ പ്ലഗ് ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ ഒരു 16 ആംബിയറിന്റെ പ്ലഗ് വരും. ഓക്കെ, ഇത് ഡയറക്റ്റ് നമ്മൾ പ്ലഗിലേക്ക് കണക്ട് ചെയ്യാം, ഇത് ഇവിടെ കണക്ട് ചെയ്യാം. ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് കാണിച്ചു തരാം. എന്താ പറയുക, ആളുകൾ കാണുന്ന സമയത്ത് ആളുകൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണെന്നെങ്കിൽ. ഓക്കെ, ഇത് ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. ആ ഒരു പോർഷൻ പ്ലഗിലേക്ക് പ്ലഗിലേക്ക് എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു എക്സ്റ്റൻഷൻ നമുക്ക് വെച്ചിട്ട് ചെയ്യാനും പറ്റും. ഓക്കെ, അവിടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് ഒരു ഇൻഡിക്കേഷൻ വരും. നമുക്ക് ഇതിലിപ്പോൾ ഒരു LED ലൈറ്റ് വരുന്നുണ്ട്. ഇത് നമുക്ക് റെഡിലാണ് നമുക്ക് ചാർജിങ് സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുക. നമുക്ക് ചാർജിങ് ഫുൾ ആയി കഴിഞ്ഞാൽ അത് ഗ്രീനിലാവും. നമുക്കൊരു ബീപ്പ് ഒരു ടിക് ടാക് എന്നുള്ള ഒരു സൗണ്ട് നമുക്ക്. നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് നമുക്ക് കുത്തിവെച്ചാൽ ഒരു പ്രശ്നമില്ല. അപ്പോൾ അങ്ങനെയാട്ടോ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസ്. ഇത് നേരെ പ്ലഗിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത് നമുക്കിപ്പോൾ ചാർജർ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ വാറണ്ടിയിൽ നമുക്ക് മാറ്റി കിട്ടും. 1 ഇയർ വാറണ്ടി വരുന്നുണ്ട്. ഓക്കെ, ഇതിനൊക്കെ വാറണ്ടി വരുന്നുണ്ട്. വണ്ടിക്ക് 5 വർഷം വാറണ്ടിയും 70,000 കിലോമീറ്റർ വാറണ്ടി. അത് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ചാർജറിന് ഒരു 2 ഇയറിലേക്ക് മാറും. എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ എത്ര കോസ്റ്റ് വരും? നമുക്ക് ഒരു 8,000. 1,43 പ്ലസ് ഒരു 8,000 കൂടെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. അങ്ങനെയാണോ അതോ 2 വർഷം കഴിഞ്ഞിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാനോ? വാറണ്ടി തീരുന്ന മുന്നേ എക്സ്റ്റെൻഡ് ചെയ്യാം. നമ്മൾ വണ്ടി എടുക്കുമ്പോൾ തന്നെ നിലവിൽ നമുക്ക് ഈ വണ്ടി വരുമ്പോൾ നമുക്ക് 5 ഇയർ ഓർ 60,000 ആണ് ഇതിൽ ബാറ്ററിക്ക് വരുന്നത് വാറണ്ടി.
ഓക്കെ. അപ്പോൾ അത് നമുക്ക് ഈ ഒരു 8,000 കൊടുത്തിട്ട് നമ്മളത് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 5 year 70,000 കിട്ടും. ഓക്കെ. അപ്പോൾ 10,000 കിലോമീറ്റേഴ്സ് അധികം കിട്ടും. അതേമാതിരി നമുക്ക് ഇതിൻ്റെ ചാർജർ, കൺട്രോളർ, മോട്ടർ ഇതൊക്കെ 1 year ആണ് ഇതിൻ്റെ വാറണ്ടി വരുന്നത്. അത് നമുക്ക് ഈ പറഞ്ഞ എക്സ്റ്റൻഡ് വാറണ്ടി വരുമ്പോൾ 2 yearലേക്ക് മാറും. ഓക്കെ. അപ്പോൾ ചാർജിന് അങ്ങനെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും വരില്ലല്ലോ? ഇതിലാണ് വരുന്നത്. ഒരു 84 വോൾട്ടിൽ 8 ആംപിയർ ആണ് ഇതിൻ്റെ ചാർജർ വന്നിട്ട്. ഓക്കെ. ഇവിടെ അതിൻ്റെ വോൾട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ കേബിൾ എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു എക്സ്റ്റൻഷൻ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഈ ചാർജറിൻ്റെ കേസിലേക്ക് വരുമ്പോൾ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന സമയത്ത് വഴിയിൽ എവിടെയെങ്കിലൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ KCBയുടെ പ്ലഗ് ഉണ്ടല്ലോ, അതിൽ നമുക്ക് അതിന് 60 ആംപിയർ ആണ് അതിൽ വരുന്നത്. KCB ഔട്ട് വരുന്നത് 60 ആംപിയർ ഉള്ള എവിടെ നമുക്ക് ചാർജ് ചെയ്യാം. അതെ അതെ. ഇപ്പോൾ പിന്നെ വരുന്നത് അതിലാണ് വരുന്നത്. KCB നമുക്കിപ്പോൾ QR കോഡ് നമ്മളിപ്പോൾ എന്ന് വെച്ചാൽ പെയ്ഡ് വരുന്നത്. അതിൽ നമുക്കിപ്പോൾ ഈ ഒരു പിന്നാണ് വരുന്നത്. ഓക്കെ. അപ്പോൾ അതിനുള്ളൊരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഇതിപ്പോൾ നമ്മൾ നോർമലി ഒരു പവർ പ്ലഗ് എന്ന് പറയാം. നമ്മൾ പവർ പ്ലഗ് ഇപ്പോൾ എല്ലാ വീട്ടിലും എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ അതിലാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഒരു 50% ആവുകയാണെങ്കിൽ എത്ര ടൈം പിടിക്കും? ഒരു 50 ഒക്കെ ആണെങ്കിൽ 2.5 മണിക്കൂർ മതി. 2.5 മണിക്കൂർ 2.5 മണിക്കൂർ മതി. ഓക്കെ. ഓക്കെ. ഇനി ബാക്കിയുള്ള ഡീറ്റെയിൽസ് എങ്ങനെ? മോട്ടറിൻ്റെ കാര്യം. മോട്ടർ നമുക്ക് IP65 എന്നുള്ള ഇതിലാണ് മോട്ടർ ഇത് ചെയ്തിരിക്കുന്നത്, മേക്ക് ചെയ്തിരിക്കുന്നത്. എന്നുവെച്ചാൽ വാട്ടർ റെസിസ്റ്റൻസ് ആയിട്ടുള്ള ഒരു പർപ്പസിനായിട്ട്. അതെ അതെ. നമുക്ക് മോട്ടർ ഇപ്പോൾ റൺ ചെയ്യുന്നതിനൊന്നും ഒരു പ്രോബ്ലം വരുന്നില്ല. ഇതിപ്പോൾ വെള്ളത്തിൽ കൂടെ നമ്മൾ റൺ ചെയ്ത് പോകുന്നതിന് പ്രശ്നമൊന്നുമില്ല. ഡംപിങ് മാത്രം പറ്റില്ല എന്നുള്ളത്. അത് നമ്മൾ മോട്ടർ നല്ല ഏതൊരു എഞ്ചിൻ ഇതായാലും വരെ നമ്മൾ മോട്ടർ വെള്ളത്തിൽ ഡംപ് ചെയ്തിട്ടിട്ട് നമ്മൾ അതിൽ വെക്കരുത്. റണ്ണിങ് ഇതായിട്ടുള്ളതൊന്നും ഒരു പ്രോബ്ലം വരുന്നില്ല. അതാണ് അതിൻ്റെ 65 എന്നുള്ളതിൽ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ തീരദേശത്തുള്ള ആളുകളൊക്കെ വണ്ടി എടുക്കുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മൾ വണ്ടി യൂസ് ചെയ്യുക? ഇപ്പോൾ ഉപ്പൊക്കെ തട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ വണ്ടിക്ക് ഇല്ല, അതിൽ വരുന്ന മെറ്റീരിയൽ നമുക്ക് ഇതിൽ വരുന്നത് മറ്റേ ബാറ്ററിക്ക് കംപ്ലൈൻസ് വരില്ലല്ലോ? ബാറ്ററിക്ക് അങ്ങനെ പ്രോബ്ലം വന്നിട്ടില്ല. ഓക്കെ. ഇല്ല. ഇത് മറ്റേ മോട്ടറിൽ വരുന്ന നമുക്ക് കാസ്റ്റ് അയൺ ടൈപ്പിലാണ് വരുന്നത്. മറ്റേ അയൺ അല്ല വരുന്നത്, നമ്മൾ റെസ്റ്റിൽ വരുന്ന ടൈപ്പിലല്ല. പിന്നെ ബാറ്ററിയിൽ നമുക്ക് ഒരു ബ്ലൂടൂത്ത് ഡിവൈസ് വരുന്നുണ്ട്. അത് നമുക്ക് ബാറ്ററീൻ്റെ എങ്ങനെയാണ് സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ നമ്മൾ സെല്ലിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നമുക്കിതിൽ ചെക്ക് ചെയ്യാൻ പറ്റും. നമുക്കൊരു ആപ്പ് ഉണ്ട്. ഇതിൽ ബാറ്ററിയുടെ ഇത് മാത്രമേ പെർസെൻറ്റേജ് മാത്രമേ കാണിക്കുള്ളൂ, അതോ എക്സ്ട്രാ ആയിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ബ്ലൂടൂത്ത് നമുക്ക് ബാറ്ററിയിൽ ഇപ്പോൾ എത്ര ചാർജ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളും ബാറ്ററിൻ്റെ സെല്ലിന് എന്തെങ്കിലും വീക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ആപ്പിൽ കണക്ട് ചെയ്തിട്ട് നോക്കിയാൽ കിട്ടും. ബ്രേക്കിംഗ് സംവിധാനം. അതെ, ഇവിടെ ഒരു MCB ബ്രേക്കിംഗ് എന്ന് പറയുന്നത്. നമുക്ക് ഒന്നുമില്ലെങ്കിൽ ഇത് ബാറ്ററി റിമൂവ് ചെയ്യുന്ന സമയത്ത് നമുക്കിത് ബ്രേക്ക് ചെയ്യാം. പിന്നെ നമുക്ക് ഇലക്ട്രിസിറ്റിയിൽ എന്തെങ്കിലും നമ്മൾ ചാർജിങ് ടൈമിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ വരുന്നത് നമുക്ക് ഓട്ടോമാറ്റിക്കായി കട്ട് ഓഫ് ആവും. അത് നമ്മൾ സേഫ്റ്റി ആണ്. റെയിൽവേ സ്റ്റേഷനിലൊക്കെ നമ്മൾ അങ്ങനെ ചെയ്ത് നോക്കാം. ഇതിൽ ഇപ്പോൾ കണക്ട് ചെയ്യുന്നത് ഞാൻ ഇതിൽ കാണിച്ചിട്ടുണ്ട്. ഓക്കെ. എങ്ങനെയാണ് ഇത് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചു കേട്ടോ. സ്ക്രീൻ ഒന്ന് ഓപ്പൺ ചെയ്തു. ഈ ബാറ്ററിയിൽ നമ്മൾ ഇപ്പോൾ ഇതിൽ ഇതൊരു QR കോഡ് വരുന്നുണ്ട്. സ്കാൻ ചെയ്യാം. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ ആപ്പിന്റെ നെയിമും കൂടെ ആപ്പ് വരുന്നത് നമുക്ക് സ്മാർട്ട് BMS എന്നുള്ളതാണ്. സ്മാർട്ട് BMS നമുക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഓക്കെ. നിങ്ങളുടെ കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നത്? അതെ അതെ അതെ. ഓക്കെ. ഇതിൽ ജസ്റ്റ് ബ്ലൂടൂത്ത് സെലക്ട് ചെയ്തിട്ട് പെർസെൻറ്റേജ് കാണിക്കുന്നുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. നമുക്ക് അതിലിപ്പോൾ ഇങ്ങനെ ഏതാണോ ബാറ്ററി വെച്ചാൽ അതിന്റെ നമ്പർ സെലക്ട് ചെയ്താൽ സീരിയൽ നമ്പറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നമ്മൾ സെലക്ട് ചെയ്താൽ ആ ബാറ്ററി നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഇതിൽ ഇങ്ങനെ ഇതിപ്പോൾ ബാറ്ററിന്റെ 100% ചാർജ് ആണ് ബാറ്ററി കാണിക്കുന്നത്. നമ്മളിപ്പോൾ ഇതിൽ ഈ ഒരു ബാറ്ററി കൊടുത്തിരിക്കുന്നത്. ഈ ബാറ്ററിയുടെ ഒരു പെർസെന്റേജും കാര്യങ്ങളും കാണിക്കുന്നത് 60 വോൾട്ട്. ബാറ്ററി വീക്ക് ആണോ എന്നുള്ളത് ജസ്റ്റ് കറക്റ്റ് മനസ്സിലാക്കാനായിട്ട് പറ്റില്ലേ? അതെ, ബാറ്ററി വീക്കോ കാര്യങ്ങളുണ്ടെങ്കിൽ അതിന്റെ സെല്ലിന്റെ ഇതൊക്കെ നമുക്ക് ഇതിൽ അറിയാൻ പറ്റും. ഓക്കെ. ബാറ്ററി നമുക്ക് ചാവി ഓൺ ചെയ്യാതെ തന്നെ നമുക്ക് നോക്കാനായിട്ട് പറ്റും. ചാവി ഓൺ നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിക്കി ഓപ്പൺ ചെയ്തിട്ട് ബാറ്ററിയിൽ ഇതിൽ QR കോഡ് അടിച്ചാൽ മതി. അല്ലെങ്കിൽ നമുക്ക് അതിന്റെ ഇത് വരും, പെയർ ചെയ്യും. ബ്ലൂടൂത്ത് ഡിവൈസിന്റെ പെയർ കോഡ് വരും ബാറ്ററിന്റെ. ഒരു പ്രാവശ്യം പെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും നമുക്ക് എനി ടൈം നോക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഈ പ്ലൂട്ടോ 7G മാക്സിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് A to Z കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ വണ്ടിയുടെ സ്പെക്കിനെ കുറിച്ചും അതുപോലെ തന്നെ ബൂട്ട് സ്പേസ്, നമ്മുടെ വണ്ടിയുടെ ടോട്ടൽ ഒരു പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ളതും എത്ര കിലോമീറ്റർ കിട്ടും എന്നുള്ളതും നമ്മുടെ ചാർജിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ഒരുപാട് ആളുകൾക്കുള്ള ഒരു ആദ്യമായിട്ട് വണ്ടി എടുക്കാൻ പോകുന്ന ആളുകൾക്ക് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉള്ള ഒരു കാര്യമാണ്
ഇത് നമുക്ക് പുറത്ത് എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട് ചാർജ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം. അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു ഇലക്ട്രിക് വെഹിക്കിൾ എടുക്കാൻ പോകുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ രണ്ടുപേർക്കും താങ്ക് യു. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷോപ്പിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ, ഷോറൂമിൻ്റെ കറക്റ്റ് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പറയും. നമ്മുടെ ഷോറൂം വന്നിട്ട് പുതിയറ ആണ് വരുന്നത്. അതിൽ പുത്തലത്ത് കണ്ണാശുപത്രി ഉണ്ട്, അതിൻ്റെ മുൻവശമാണ് ഷോറൂം വരുന്നത്. ഓക്കെ. ഓൾ ഓവർ കേരള നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ടോ? അതെ, നമുക്ക് ഓൾ ഓവർ കേരള. അതായത് ഇവിടുന്ന് നമുക്ക് ഒരു കസ്റ്റമർ ഇപ്പോൾ വീഡിയോ കണ്ടിട്ട് എൻക്വയറി ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് ബുക്ക് ചെയ്തിട്ട് നമുക്ക് അവിടെ ഡെലിവറി കൊടുക്കാനായിട്ട് പറ്റും? സാധിക്കും. അവിടെ നിയർ ബൈ ഷോറൂമിൽ നമുക്ക് ചെയ്യാം. അതായത് നിയറസ്റ്റ് ഷോറൂം ഉണ്ടെങ്കിൽ അവിടെ തന്നെ ചെയ്യാം. ഫൈനാൻസും കാര്യങ്ങളൊക്കെ അവിടെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കാര്യത്തിലൊന്നും വലിയ വിഷയങ്ങൾ വരില്ല. 4 ജില്ലകളിലായിട്ട് ഷോറൂമുകളുണ്ട്. അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു ജില്ലയിൽ നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ നിയർ ബൈ ജില്ലയിൽ വരുന്ന ഷോറൂമിൽ പോയിട്ട് നിങ്ങൾക്ക് വണ്ടി ബുക്ക് ചെയ്യുക, വണ്ടി ഡെലിവറി ചെയ്യുക. ഓക്കെ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ആയിരിക്കുന്നു. അതിലുപരി വണ്ടി എടുക്കാൻ പോകുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോ ആണ്. ബൈ.